ഇല്ലസ്ട്രേഷൻ 5 റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 1/4/2016 തന്നിട്ടുണ്ട്. 31 മാർച്ചിലാണ് ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം 1/4/2016 എന്ന് പറയുന്നത് ഓപ്പണിംഗ് റിബേറ്റ് ആണ്. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡും തന്നിട്ടുണ്ട്, ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡും തന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ക്ലോസിംഗ് റിബേറ്റ് തന്നിട്ടില്ല. ക്ലോസിംഗ് റിബേറ്റ് നമ്മൾ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ് യൂസ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 18% ആണ് ബാങ്കിൻ്റെ റേറ്റ് എന്ന്. ആവറേജ് ഡ്യൂ ഡേറ്റ് ഫോർ ബിൽസ് ഡിസ്കൗണ്ട് ആൻഡ് പർച്ചേസ്ഡ് 15th മെയ്യും ബിൽസ് ഫോർ കളക്ഷൻ 15th ഏപ്രിലും ആണെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഡേയ്സ് കണക്കാക്കുമ്പം 31 മാർച്ച് കഴിഞ്ഞുള്ള ഡേറ്റ് തൊട്ട് വേണം കണക്കാക്കാൻ. അപ്പം ഏപ്രിൽ ഒരു മാസം ഫുള്ള് വരുന്നുണ്ട്, 30 ഡേയ്സ്. പിന്നെ 15th മെയ് വരെ 15 ദിവസം, 30 + 15 45 ഡേയ്സ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ക്ലോസിംഗ് റിബേറ്റ് ആണ് ആദ്യമേ കണക്കാക്കി വെക്കേണ്ടത്. അപ്പം ബിൽസ് ഡിസ്കൗണ്ട് ആൻഡ് പർച്ചേസ്ഡിൻ്റെ ആ ഒരു എമൗണ്ട് ഇൻറ്റു 18/100 ഇൻറ്റു നേരത്തെ പറഞ്ഞ 45 ഡേയ്സ് ബൈ 365. അപ്പോഴാണ് നമുക്ക് ക്ലോസിംഗ് റിബേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡിന് ഓപ്പണിംഗ് റിബേറ്റ് ആഡ് ചെയ്യും, പിന്നെ ക്ലോസിംഗ് റിബേറ്റ് ലെസ് ചെയ്യും. ലെസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജേണൽ എഴുതും. ജേണൽ എഴുതുമ്പം ഓപ്പണിംഗ് റിബേറ്റിൻ്റെത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. ക്ലോസിംഗ് റിബേറ്റ് ആകുമ്പം നേരെ തിരിച്ചും വരും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി വരും.